ഈ ഒരു ചാനലിനകത്ത് ഒരുപാട് സ്മാർട്ട് ഡിവൈസുകളെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്മാർട്ട് ടിവിയെ പറ്റി സംസാരിച്ചിട്ടുണ്ട്, സ്മാർട്ട് ഫോണിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്, ആൻഡ് സ്മാർട്ട് റെഫ്രിജറേറ്ററെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്മാർട്ട് AC-നെ കുറിച്ചിട്ടാണ്. ഇപ്പൊ നാട്ടിലത്തെ ചൂട് എന്താന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. നിങ്ങളൊരു AC വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പഴയ നോർമൽ AC ഒന്നും മേടിക്കാതെ ഒരു സ്മാർട്ട് ആയിട്ടുള്ള AC തന്നെ ചൂസ് ചെയ്യണം. അപ്പോൾ എങ്ങനെ സ്മാർട്ട് ആയിട്ടുള്ള AC ചൂസ് ചെയ്യാം, ടോപ്പ് 5 ആയിട്ടുള്ള സ്മാർട്ട് ACs ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോണേ. ഈ ഒരു വീഡിയോക്കകത്ത് പ്രൈമർലി 1 ടൺ, 1.5 ടൺ, 2 ടൺ ACs ആണ് ഞാൻ പറഞ്ഞിരുന്നത്. ഈ ഒരു ACകളുടെ ടണ്ണേജ് മാത്രമായിരിക്കില്ല നമ്മൾ നോക്കുക, ഇതിനകത്തുള്ള സ്മാർട്ട് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതും കൂടി നമ്മൾ അക്കൗണ്ട് ചെയ്തിട്ടായിരിക്കും ഈ വീഡിയോ. അപ്പോൾ ഒരു AC വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുന്ന സമയത്ത് ഏത് ബ്രാൻഡിന്റെ ഏത് ചൂസ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കും. ഞാൻ ബഡ്ജറ്റും പറയാം. ഈ ACകൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറയുന്നതിന് മുന്നേ എന്താണ് ACക്കകത്ത് വരുന്ന സ്മാർട്ട് ഫീച്ചേഴ്സ് എന്നുള്ളത് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് വേണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഇപ്പോൾ ഒരു ACക്കകത്ത് 4-way ഫാൻ ഉണ്ട് എന്ന് പറയുന്നത് ഒരു സ്മാർട്ട് ഫീച്ചർ അല്ല. സ്മാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺവീനിയൻസ് കൂട്ടുന്ന രീതിയിലേക്കുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഫോണുമായിട്ട് കണക്റ്റഡ് ആവുക, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ആവുക, നമ്മുടെ കൺവീനിയൻസ് എങ്ങനെയൊക്കെ കൂട്ടുമോ അതിനനുസരിച്ചുള്ള ഫീച്ചേഴ്സ് ആണ് നമ്മൾ സ്മാർട്ട് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ലോകത്തിന്റെ എവിടെ വേണമെങ്കിലും ഇരുന്നിട്ട് നിങ്ങളുടെ വീട്ടിനകത്തുള്ള AC നിങ്ങൾക്ക് ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റുക. അടിപൊളി ഫീച്ചർ അല്ലേ? അടുത്തൊരു ഫീച്ചർ, ഓട്ടോമാറ്റിക് ആയിട്ട് പുറത്തുള്ള ടെമ്പറേച്ചർ അഡാപ്റ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ പുറത്തുള്ള ടെമ്പറേച്ചർ ഡിറ്റക്ട് ചെയ്തതിന് ശേഷം ഓട്ടോമാറ്റിക് ആയിട്ട് ടെമ്പറേച്ചർ കൂടുകയും കുറയ്ക്കുകയും അഡ്ജസ്റ്റ് ചെയ്യുകയും, അതുപോലെ തന്നെ കൺവേർട്ടബിൾ AC ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ടണ്ണേജ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്ന AI ഫീച്ചേഴ്സ്. അതായത് നമ്മളൊന്നും ചെയ്യേണ്ട, നമ്മൾ ഇന്ന് മാനുവലായിട്ട് ഒരു പരിപാടിയും ചെയ്യേണ്ട, AC തന്നെ പുറത്തുള്ള സിറ്റുവേഷൻ എന്താണെന്നുള്ളത് അനലൈസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി അതിനനുസരിച്ചുള്ള ചേഞ്ചസ് വരുത്തും. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ജിയോ ഫെൻസിങ്. അതായത് നിങ്ങൾ വീട്ടിന്റെ തൊട്ടടുത്തേക്ക്, ഒരു പ്രോക്സിമിറ്റിക്ക് അടുത്തേക്ക് എത്തപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ AC ഓണായി റൂമൊക്കെ തണുപ്പിച്ചിട്ടിരിക്കും. നിങ്ങൾ എന്നിട്ട് അത് ഓഫ് ചെയ്യുന്നു വേണ്ട, ജസ്റ്റ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോവാൻ, നിങ്ങൾ ആ ഒരു പ്രോക്സിമിറ്റിക്ക് പുറത്തേക്ക് പോകുന്ന സമയത്ത് AC ഓട്ടോമാറ്റിക്കലി ഓഫ് ആയിട്ട് എല്ലാ സെറ്റപ്പ് ആയി കിടക്കും. പിന്നെ ACകളിൽ വരുന്നൊരു ഫീച്ചറാണ് നമുക്ക് റിയൽ ടൈം ആയിട്ട് നമ്മുടെ ഫോണിന്റെ അകത്ത് നമ്മുടെ ACയുടെ യൂസേജ് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് യൂസേജ് ട്രാക്ക് ചെയ്യുക മാത്രമല്ല, അതിൻ്റെ അകത്ത് എത്ര ഇലക്ട്രിസിറ്റി എടുക്കുന്നുണ്ട്, എത്രത്തോളമാണ് വോളിയം എടുക്കുന്നത്, എത്ര ടെമ്പറേച്ചറിലാണ് ഇപ്പോൾ കറന്റ് ഓടുന്നത്, ഇതെല്ലാം നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മേൽ പറഞ്ഞ ഫീച്ചേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഒരു സ്മാർട്ട് AC എന്ന് പറയും. ഇതൊന്നും അല്ല, ഇതിനപ്പുറത്തേക്ക് കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. ഞാൻ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാം. ഈ വീഡിയോക്കകത്ത് ഞാൻ കുറെ സാധനങ്ങൾ പറഞ്ഞിരുന്നുണ്ട്. എന്നാൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രൈമർലി ഒരു ACക്കകത്ത് നോക്കിക്കാണുന്ന ഒരു ഫീച്ചറുണ്ട്. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. നിങ്ങൾ വേണമെങ്കിൽ എടുത്താൽ മതി, വേണ്ടെങ്കിൽ വേണ്ട. എന്താണെന്ന് വെച്ചാൽ സെൽഫ് ക്ലീനിങ്. ഈ പരിപാടി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കില്ല. നിങ്ങൾ നിങ്ങളുടെ AC പ്രോപ്പർലി ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കൂളിംഗ് കോയിലിൽ ബാക്ടീരിയ വന്നിരിക്കുകയും ഭയങ്കര മോശമായിട്ടുള്ള സ്മെല്ല് വരികയും, അതുപോലെ തന്നെ ഭയങ്കര പൊടി, ഡസ്റ്റ് അലർജി ഉള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും. ഈ സെൽഫ് ക്ലീനിങ് ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ പുറത്തേക്ക്, അതായത് പൊടി അക്യുമുലേറ്റ് ചെയ്യുന്ന ഈ കൂളിംഗ് കോയിലിന്റെ പുറത്ത് ഐസ് ബിൽഡ് ചെയ്യും. ഈ ഐസ് ബിൽഡ് ചെയ്തതിന് ശേഷം ആ ഐസിനെ തന്നെ അലിയിച്ച് കളയപ്പോൾ ഐസിന്റെ കൂടെ ഉള്ള ഈ അഴുക്കും വൃത്തിയുടെ സാധനങ്ങളെല്ലാം കൂടി പോകും. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലീൻ ആക്കുന്ന ഒരു ഫീച്ചറുണ്ട്. ഇത് എന്റെ അഭിപ്രായത്തിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫീച്ചേഴ്സ് 2026 ഒരു ACക്ക് വേണ്ട ഒരു ഫീച്ചറാണ്. ആ ഒരു ACക്കകത്തുനിന്ന് വരുന്ന കാറ്റ് പ്യുവർ ആയിരിക്കണം, നമുക്ക് അലർജൻസ് ഒന്നും കൊണ്ടുവന്ന് തരുത് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. നിങ്ങളുടെ വീട്ടിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയൊരു റൂമാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആദ്യത്തെ AC നിങ്ങൾക്ക് ഉപയോഗിക്കാം. കാരിയറിന്റെ 2 ടൺ 3 സ്റ്റാർ AI ഇൻവേർട്ടർ AC ആണ്. ഇതൊരു 2026 മോഡൽ AC ആണ്. ഇതിനകത്ത് വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6-in-1 കൺവേർട്ടബിൾ കൂളിംഗ് ഫീച്ചർ ഇതിനകത്ത് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് പവർ യൂസേജ് പ്രോപ്പർലി കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ടണ്ണേജ് കുറയ്ക്കാം, കൂട്ടാം, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യാം. കാരിയർ എന്ന ബ്രാൻഡ് ഈ സ്പെസിഫിക് ACക്കകത്ത് ജിയോ ഫെൻസിങ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് നിങ്ങൾ വീട്ടിന്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഓൺ ആവുകയും, അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിന്റെ അല്ലെങ്കിൽ ഓഫീസിന്റെ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുകയും ചെയ്യും. പിന്നെ വരുന്ന ഒരു ഫീച്ചറാണ് സ്മാർട്ട് എനർജി ഡിസ്പ്ലേ. എന്താണെന്ന് വെച്ചാൽ എത്രത്തോളം ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. പിന്നെ ഇൻസ്റ്റാകൂൾ. ഈ ഇൻസ്റ്റാകൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ റൂമിനെ കൂൾ ആക്കുക, അതായത് അന്യായ ഫാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ റൂമിനെ കൂൾ ആക്കുക എന്നുള്ളതാണ് ഇൻസ്റ്റാകൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഫീച്ചർ ചെയ്യുന്നത്. ആൻഡ് അഗെയിൻ ടോപ്പ് ഓഫ് ദാറ്റ് നമുക്ക് ഓട്ടോ ക്ലീനിങ് ഇതിനകത്ത് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് AC തന്നെ ഓട്ടോമാറ്റിക്കലി അതിനെ തന്നെ ക്ലീൻ ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾ എക്സ്ട്രാ ക്ലീനിങ് പ്രിക്കോഷൻസ് ഒന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയൊരു റൂമാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സ്പെസിഫിക് മോഡൽ മേടിക്കുക. ബിക്കോസ് ഇതൊരു 2 ടൺ AC ആണ്. അപ്പോൾ ചെറിയ റൂമുകൾക്ക് 2 ടൺ ACയുടെ ആവശ്യമില്ല. ഇനി നിങ്ങളുടെ വീട്ടിൽ ഒരു മീഡിയം സൈസ് റൂമാണെന്ന് വെച്ചോ. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ കാണുന്നില്ല, എൻ്റെ ഈ റൂം പോലത്തെ ഒരു റൂമാണെന്ന് വെച്ചോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1.5 ടൺ വേണം. അതിന് നിങ്ങൾക്ക് കാരിയറിന്റെ 1.5 ടൺ 3 സ്റ്റാർ AI ഇൻവേർട്ടർ ഉള്ള എയർ കണ്ടീഷണർ നിങ്ങൾക്ക് മേടിക്കാം. ഫ്ലിപ്കാർട്ടിൽ ഇത് അവൈലബിൾ ആണ്. ഇതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു AC ആണ്. ഇതിനകത്ത് സ്മാർട്ട് ഫീച്ചേഴ്സും ഉണ്ട്, എന്നാൽ കുറേ സ്മാർട്ട് ഫീച്ചേഴ്സ് ഇല്ല, പക്ഷേ സ്മാർട്ട് ഫീച്ചേഴ്സും ഉണ്ട്, അതിനനുസരിച്ചിട്ടുള്ള ബെനിഫിറ്റ്സും ഇതിനകത്തുണ്ട്. ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു AC
സി ആണിത്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ആപ്പ്, അതായത് നമ്മുടെ ഫോണിന് വേണ്ടിയിട്ടുള്ള ആപ്പ് അവൈലബിൾ ആണ്. അതിനകത്ത് നിങ്ങൾക്ക് എല്ലാം ട്രാക്ക് ചെയ്യാനും കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും. ജിയോ ഫെൻസിങ് ഉണ്ട്. പിന്നെ ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് കൺവേർട്ടബിൾ ഫീച്ചർ ഉണ്ട്. ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് കൺവേർട്ട് ചെയ്തോളും. എനർജി മോണിറ്ററിംഗ് ഫീച്ചർ ഉണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് കൂൾ, അതായത് സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് കൂൾ ആവാന്നുള്ള ഒരു പരിപാടിയുണ്ട്. നമ്മുടെ കാരിയറിന്റെ 2 ടൺ AC-ക്കകത്തുണ്ടായിരുന്ന അതേ ഓട്ടോ ക്ലീനിങ് ഫീച്ചർ ഇതിൻ്റെ അകത്തുണ്ട്. 2 ടൺ നിങ്ങൾക്ക് വേണ്ടാത്തവർക്ക് ഈ 1.5 ടൺ ചൂസ് ചെയ്യാം, നിങ്ങളുടെ റൂമിന്റെ വലുപ്പത്തിനനുസരിച്ച്. ഞാൻ പറയാലോ, വലിയൊരു റൂമിന്റെ അകത്തേക്ക് ഒരു ടണ്ണിന്റെ AC കൊണ്ടുവന്ന് വെച്ചിട്ട് അതിന് ഓവറായിട്ട് പണിയെടുപ്പിക്കുക എന്നുള്ളതല്ല എനർജി സേവിങ്. നിങ്ങൾ ചിലപ്പോൾ ഒരു 10,000 രൂപ കൂടുതൽ ഒരു 1.5 ടണ്ണിന്റെ AC-ക്ക് കൊടുത്തു കഴിഞ്ഞാലും ആ AC കൊണ്ടുവന്ന് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്താലേ അടിപൊളിയായിട്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് ഞാൻ പറയുന്നത് സൂപ്പറായിട്ട് നിങ്ങൾക്ക് ഒരു എനർജി സേവിങ് ചോയ്സ്, അതായത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എനർജി സേവ് ചെയ്യണം അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി സേവ് ചെയ്യണം എന്നൊരു ഒപ്പീനിയൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ സാംസങ്ങിന്റെ 1.5 ടൺ 5 സ്റ്റാർ ഇൻവേർട്ടർ AC നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഈ ഒരു AC-ക്കകത്ത് വരുന്ന ഫീച്ചേഴ്സ് 5 സ്റ്റാർ എഫിഷ്യൻസി ഉറപ്പായിട്ടും കിട്ടും. 3 സ്റ്റാറും 5 സ്റ്റാറും തമ്മിൽ ഡെഫിനറ്റ്ലി എനർജി സേവിങ്ങിന്റെ കാര്യത്തിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. 3 സ്റ്റാർ എടുക്കുന്ന അത്രയും എനർജി ആയിരിക്കില്ല 5 സ്റ്റാർ എടുക്കും. 5 സ്റ്റാർ കുറച്ചുകൂടി ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കും, എനർജി എഫിഷ്യന്റ് ആയിരിക്കും. സാംസങ്ങിന്റെ സ്മാർട്ട് തിങ്സ് ആപ്പ് ഉണ്ട്. ആ ഒരു ആപ്പ് വെച്ചിട്ട് നിങ്ങളുടെ AC-നെ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് നമുക്ക് സ്മാർട്ട് ആയിട്ടുള്ള ഫീച്ചർ കിട്ടുന്നുണ്ട്. പിന്നെ ഭയങ്കര സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻവേർട്ടർ പെർഫോമൻസ്, അതേപോലെ ഓട്ടോ ക്ലീനിങ് ഫീച്ചർ ഈ ഒരു സാംസങ്ങിന്റെ AC-ക്കകത്തും ഉണ്ട്. ഇതിന്റെ അകത്ത് ഭയങ്കര ജിയോ ഫെൻസിങ് പോലുള്ള ഭയങ്കര മാരകമായിട്ടുള്ള സ്മാർട്ട് ഫീച്ചേഴ്സ് ഇല്ലെങ്കിലും നമ്മുടെ ആ ഒരു സ്മാർട്ട് തിങ്സ് ആപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ AC-നെ കംപ്ലീറ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യാനും അതിനെ നിങ്ങൾക്ക് നിങ്ങളുടെ വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാനും പറ്റും. ഇനി നിങ്ങൾ ഒരു ചെറിയ റൂം, അതായത് എന്റെ ഈ റൂമിന്റെ പാതിയുള്ള ഒരു റൂം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു AC ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ സാംസങ്ങിന്റെ ബെസ്പോക്ക് AI ഇൻവേർട്ടർ AC ഉണ്ട്. 2026 മോഡലാണ്. ഈ ഒരു AC-ക്ക് 1 ടണ്ണാണ് കപ്പാസിറ്റി. ഇതിനകത്ത് വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ AI കൂളിംഗ് ഉണ്ട്, അതായത് പുറത്തുള്ള ടെമ്പറേച്ചർ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്തിട്ട് ഒപ്റ്റിമൈസ് ചെയ്യുന്ന പരിപാടി. 5 സ്റ്റെപ്പ് കൺവേർട്ടബിൾ ആയിട്ടുള്ള AC ആണ്, അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ റൂമിന്റെ അകത്ത് ഒരാളെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്യാം. ഇനി നിങ്ങൾ ഒരുപാട് പേരുണ്ടെങ്കിൽ അതിനെ മാക്സിമം കപ്പാസിറ്റിയിലേക്ക് ആക്കുകയും ചെയ്യാം. 4-way സ്വിംഗ് ഉണ്ട്. ദാറ്റ് മീൻസ് ഇങ്ങനെ ആവും. പിന്നെ വോയിസ് കൺട്രോൾ ഫീച്ചറും ഉണ്ട്. പിന്നെ ഓട്ടോ ക്ലീനിങ് ഫീച്ചർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഷട്ട് ഡൗൺ അല്ലെങ്കിൽ ക്ലോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധനം ഓട്ടോമാറ്റിക്കലി ഷട്ട് ഡൗൺ ആവും. അല്ലെങ്കിൽ സ്റ്റാർട്ട് AC എന്ന് വല്ലോ എന്തെങ്കിലും കമാൻഡ് കാണും. ആ കമാൻഡ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ AC വർക്ക് ആവുകയും ചെയ്യും. സോ ഒരു സ്മാർട്ട് AC ബൈ സാംസങ്. എന്റെ പേഴ്സണൽ ഫേവറേറ്റ് പാനസോണിക്കിന്റെ 1.5 ടൺ 3 സ്റ്റാർ വൈഫൈ ഇൻവേർട്ടർ AC. സൂപ്പർ ഗുഡ് സാധനം. ഈ ഒരു AC-ക്കകത്ത് ആപ്പ് കൺട്രോൾ ഉണ്ട്. നിങ്ങളുടെ ഫോണിന്റെ അകത്ത് ഒരു ആപ്പ് വെച്ചിട്ട് AC-നെ ഫുള്ളി കസ്റ്റമൈസ് ചെയ്യാനും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനും പറ്റും. ഭയങ്കര സ്ട്രോങ് ആയിട്ട് കൂളിംഗ് ഉണ്ട്, അതായത് പെട്ടെന്ന് തന്നെ കൂൾ ആവുകയും ഭയങ്കര നല്ല തണുപ്പ് നമുക്ക് തരും. 1.5 ടണ്ണേജ് ആണെന്നുള്ളതും നിങ്ങളൊന്ന് ഓർക്കുക. സ്റ്റെബിലൈസർ ഫ്രീ ആയിട്ടുള്ള ഒരു AC. ഈ ഒരു AC-ക്കകത്ത് നമ്മൾ സ്റ്റെബിലൈസർ എക്സ്ട്രാ വെക്കേണ്ട കാര്യമില്ല. ആൻഡ് ഡബിൾ കോപ്പർ ബിൽഡ് ആണ് ഈ ഒരു AC. ദാറ്റ് മീൻസ് പാനസോണിക്ക് ഇതിന്റെ അകത്ത് ഒരു സ്മാർട്ട് ഫീച്ചറും കൊടുത്തു, ബാക്കി ബിൽഡ് ക്വാളിറ്റിയിലും ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചു. ലൈക്ക് നിങ്ങളുടെ കയ്യിൽ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ബഡ്ജറ്റ് ആണ്, ആ ഒരു ബഡ്ജറ്റിനകത്ത് ഒരു AC വേണം. എന്നാൽ ആ ഒരു AC-ക്കകത്ത് സ്മാർട്ട് ഫീച്ചേഴ്സും വേണം, അറ്റ് ദ സെയിം ടൈം നല്ല ഡ്യൂറബിൾ ആയിരിക്കണം, നല്ല ബിൽഡ് ക്വാളിറ്റി വേണമെന്നുണ്ടെങ്കിൽ പാനസോണിക്കിന്റെ ഈ ഒരു AC നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ആൻഡ് അഗൈൻ ഞാൻ പറഞ്ഞ പോലെ സെൽഫ് ക്ലീനിങ് ഫീച്ചറും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഈ ലിസ്റ്റിനകത്ത് പറഞ്ഞിട്ടുള്ള 5 AC-ക്കകത്തും സെൽഫ് ക്ലീനിങ് ഫീച്ചർ ഞാൻ സ്പെസിഫിക്കലി നോക്കി വെച്ചിട്ടുള്ളതാണ്. നമ്മളിപ്പം 2026 തന്നെ ഇപ്പോൾ ഏപ്രിൽ മാസമായി, കാൽഭാഗം കഴിഞ്ഞു. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കുറച്ചുകൂടി സ്മാർട്ട് ആയിട്ടുള്ള ഡിവൈസുകളിലേക്ക് നമ്മുടെ ലൈഫ് മാറേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇനി എൻ്റെ ഒരു ഫൈനൽ വേർഡിക്റ്റും കൂടി പറഞ്ഞുതരാം. ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങളുടെ വലിയൊരു റൂമാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സൈസ് ഉള്ള റൂമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാരിയറിന്റെ 2 ടൺ AC എടുക്കാം. ഇനി നിങ്ങൾക്ക് ഒരു ഓൾറൗണ്ടർ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കാരിയറിന്റെ 1.5 ടൺ AC എടുക്കാം. ജിയോ ഫെൻസിങ് എല്ലാ പരിപാടികളും ഉണ്ട്. അറ്റ് ദ സെയിം ടൈം നല്ലൊരു ചോയ്സ്. ഇനി കറണ്ട് ബില്ല് ഭയങ്കര കുറവ് വേണം, എനർജി എഫിഷ്യൻസി ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ സാംസങ്ങിന്റെ 5 സ്റ്റാർ AC. ഇനി നിങ്ങൾ ചെറിയൊരു റൂമിൽ വേണ്ടിയിട്ടുള്ള AC ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ സാംസങ്ങിന്റെ 1 ടൺ. ഇനി നിങ്ങൾ ഭയങ്കര റിലയബിൾ ആയിട്ടുള്ള ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു ചോയ്സ് ആണെന്നുണ്ടെങ്കിൽ പാനസോണിക്കിന്റെ 1.5 ടൺ. കഴിഞ്ഞല്ലോ, കൺഫ്യൂഷൻ മാറിയില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് സ്മാർട്ട് ആയിട്ടുള്ള കുറേ ACs. നിങ്ങളിപ്പോൾ ഈ ഒരു ഭയങ്കര ചൂടുള്ള സമയത്ത് ഒരു AC അപ്ഗ്രേഡ് ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തുള്ള ഏതെങ്കിലും ചൂസ് ചെയ്യാം. ഈ പറഞ്ഞ എല്ലാ ACയുടെയും ഫ്ലിപ്കാർട്ട് ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് നിങ്ങളുടെ കറക്റ്റ് AC കണ്ടുപിടിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റൂമിന്റെ സൈസ് വല്ലതൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഞാൻ കാണുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് റിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.